കാഫിരീങ്ങൾ അവരോടാണെങ്കിൽ വഹിദു, നിങ്ങൾ തൗഹീദ് അംഗീകരിക്കുക എന്നാണ്. മുനാഫിഖീങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിൽ അവരോട് അഖ്ലിസു ദീനക്കും, നിങ്ങൾ നിഷ്കളങ്കരായി ദീൻ ഉൾക്കൊള്ളുക, ഉള്ളിലും പുറത്തും ഒരേ വിശ്വാസക്കാരാവുക എന്നതാണ്. മുഅ്മിനീങ്ങളിൽ ദോഷികളോടാണെങ്കിൽ തൂബൂ, നിങ്ങൾ തൗബ ചെയ്തുകൊണ്ട് നന്നാവുക എന്നാണ്. മുഅ്മിനീങ്ങളിൽ കൂടുതൽ ദോഷങ്ങളൊന്നും ചെയ്യാതെ ഇബാദത്തിൽ നിരതരായി മാത്രം കഴിയുന്ന സജ്ജനങ്ങളോടാണെങ്കിൽ സബ്ബിതു അലാ ത്വആത്തിക്കും, നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകൾ നിങ്ങൾ സ്ഥിരരാവുക, സ്ഥിരപ്രതിഷ്ഠയോടെ നിലകൊള്ളുക എന്നാണ്. വഹിദു, നിങ്ങൾ തൗഹീദ് അംഗീകരിക്കുക, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, തൗബ ചെയ്യുക, നിഷ്കളങ്കരാവുക. അല്ലദീ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ. ഉഅ്ബുദൂ റബ്ബക്കും എന്ന് പറഞ്ഞാൽ പിന്നെ ഇബാദത്തിൽ നിന്ന് മാറാൻ ഒരു വഴിയില്ല. റബ്ബ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ ഘട്ടം ഘട്ടമായി ഉയർത്തി ആ സാധനത്തിനെ അതിൻ്റെ ഉന്നത സ്ഥാനത്ത് എത്തിക്കുന്നവനാണ് റബ്ബ്. മനുഷ്യന്റെ അവസ്ഥ അങ്ങനെയാണല്ലോ. മനുഷ്യനൊന്നുമല്ലായിരുന്നു. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ. സൂറത്തുൽ ഇൻസാൻ എന്ന പേരിൽ ഒരു സൂറത്ത് തന്നെ ഉണ്ട്, സൂറത്തുൽ ഇൻസാൻ. അതിന്റെ ആമുഖം തന്നെ എങ്ങനെയാണ്? ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ. ശൈഅൻ മദ്കൂർ അല്ലാത്തൊരവസ്ഥയിൽ മനുഷ്യനുണ്ടായിരുന്നല്ലോ. നമ്മൾ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കും, പക്ഷെ ബർത്ത്ഡേന്റെ തലേന്നത്തെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കാണേ. കേക്ക് മുറിക്കൂല. ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഒട്ടി നിൽക്കുന്ന അട്ടയെപ്പോലുള്ള ഒരു സാധനമല്ലായിരുന്നോ? പിന്നെ അങ്ങോട്ട് മാസങ്ങൾ, 2 മാസം മുമ്പ്, 4 മാസം മുമ്പ്, 5 മാസം മുമ്പ് ചിന്തിച്ചു നോക്കാണേ. മനുഷ്യനൊന്നുമല്ല. അതിന്റെ മുമ്പ് വാപ്പാന്റെ മുതുകില് ആ മനുഷ്യനൊന്നുമല്ലായിരുന്നു. ബാപ്പന്റെ ശുക്ല തുള്ളികളിൽ നിന്ന് 60 കോടിയിൽ നിന്ന് ഒരു ചെറിയ അണുവിനെയാണ് അല്ലാഹു തആല ഈ തടിമാടന്മാരെ ഉണ്ടാക്കാൻ വേണ്ടി ഗർഭാശയത്തിലേക്ക് സ്വീകരിച്ചിട്ടുള്ളൂ. ഒരു ചെറിയ അണു. ആ അണുവിലാണ് പിന്നെ 200 ചില എല്ലുകൾ വന്നത്, 1,40,000 കിലോമീറ്റർ നീളുന്ന ഞരമ്പ് വന്നത്. ആ അണുവിനെ വലുതാക്കിയിട്ടാണ് പിന്നെ രക്തം കൊടുത്തത്. ഗർഭാശയത്തിൽ നമുക്കൊരിക്കലും കാലിന്റെയും കൈയിന്റെയും ആവശ്യമില്ലല്ലോ. ഉണ്ടായിരുന്നോ? കാരണം പിടിക്കാനും പോണില്ല, നടക്കാനും പോണില്ല. ഗർഭാശയത്തിൽ എന്തിനാ നമുക്ക് കാലും കൈയും തന്നത്? റബ്ബായതുകൊണ്ടാണ്. നമ്മളാണെങ്കിൽ ഒരു വസ്തുവിന് ഒരു സാധനം കൊടുക്കുന്നത് അതിനാവശ്യമുള്ള സ്ഥലത്ത് വെച്ചായിരിക്കും. അതിനാവശ്യമുള്ള സ്ഥലത്തല്ലേ നമ്മൾ സാധനം ഫിറ്റ് ചെയ്യുക. ഗർഭാശയത്തിൽ എന്തിനാണ് കാല്? ഗർഭാശയത്തിൽ എന്തിനാണ് കൈ? അത് ഗർഭാശയ ലോകത്ത് ആവശ്യമില്ലെങ്കിലും പുറത്തു വന്നാൽ അവിടെ ആവശ്യമുണ്ട് എന്ന നിലയിൽ നേരത്തെ കാലും കൈയും തന്നവനാണ് അല്ലാഹ്. അതിൽ വാപ്പാക്ക് പങ്കില്ല, അമ്മാക്ക് പങ്കില്ല. നമ്മുടെ ഏതെങ്കിലും ഒരു അവയവം കൊറിയയിൽ നിന്ന് വന്നാണോ, ജാപ്പാനാണോ? ഒന്നുമല്ല. നമുക്ക് നൽകിയിട്ടുള്ള അവയവങ്ങളിൽ, നമ്മുടെ രക്തത്തിൽ, നമ്മുടെ കണ്ണ്, ഏതെങ്കിലും ഒന്നിൽ ഒരു പാർട്സിൽ വാപ്പാക്കും ഉമ്മാക്കും പങ്കില്ല. അവർക്കൊരു ചെറിയ പങ്കുണ്ട്, സംസർഗം. പിന്നെ അവരൊന്നും അറിയില്ല. പിന്നെ കുട്ടിങ്ങനെ വയറ്റില് വളരെയല്ലേ, ഇതൊക്കെ റബ്ബല്ലേ. പുറത്ത് വന്നിട്ട് ഈ കുട്ടിയെ സ്കൂളിൽ ചേർക്കാനും കുട്ടിക്ക് തുണികുപ്പായ വാങ്ങാനൊക്കെ വാപ്പ ചിലപ്പോൾ അള്ളാഹു കൊടുത്ത കുതിരത്തോണ്ടും ശക്തിയോണ്ടും കുറച്ച് അധ്വാനിച്ചിട്ടുണ്ടാവാം. അതന്നെ അള്ളാഹ് കൊടുത്തത്. പക്ഷെ ഗർഭത്തിലുള്ള കുട്ടിക്ക് വേണ്ടി ഏതെങ്കിലും വാപ്പാര് ദുബായി പോയിട്ടുണ്ടോ? ഗർഭത്തിൽ വളരുന്ന കുട്ടിക്ക് വേണ്ടി ഏതെങ്കിലും വാപ്പാര് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ? ഗർഭത്തിൽ പട്ടിണി വരണ അങ്ങനെ നടക്കാറില്ല. കാരണം ആ 9 മാസം ഡയറക്റ്റ് ആ കുട്ടിയെ റബ്ബാണ് തീറ്റി പോറ്റുന്നത്. അവിടെ പട്ടിണി വരണല്ല. എന്നാ പുറത്തു വന്നാൽ കഴിക്കുന്ന ഏതെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ടോ? അതൊട്ടില്ലേ. ഗർഭത്തിന്റെ ഉള്ളിൽ നമ്മൾ കഴിച്ചിരുന്ന ഭക്ഷണം എങ്ങാനും ഇപ്പൊ കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റൂല. കാരണം ഉമ്മാന്റെ രക്തം കുടിക്കായിരുന്നു. അതിന്റെ വായിലൂടെ അല്ല, പൊക്കിൽ കൊടിയിലൂടെ. സുബ്ഹാനല്ലാഹ്. ഒരു കേബിൾ കണക്ഷൻ ഉണ്ടായിരുന്നു. അത് പുറത്തു വന്നിട്ടാണ് കട്ട് ചെയ്യണത് അല്ലെങ്കിൽ പോകുന്നത്. സുബ്ഹാനല്ലാഹ്. റബ്ബ് എന്ന് പറഞ്ഞാൽ അതൊക്കെ പെട്ടു. ആ ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടിയാണ് അവനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞത്. ഇനി പിന്തിരിഞ്ഞാൽ അവൻ മൃഗത്തിന്റെ താഴെയാണ്. ഉലൈകൽ അൻആം ബൽ ഹും അദൽ. ഉഅ്ബുദൂ റബ്ബക്കും.
അല്ലതി എങ്ങനെയുള്ള റബ്ബ് ഖലഖക്കും അവൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. ഇനി ഒരിക്കലും എന്തിരിയാൻ പറ്റില്ല. കാരണം ശാസ്ത്രം എത്ര വളർന്നാലും ടെക്നോളജി എത്ര വികസിച്ചാലും ഇല്ലായ്മയിൽ നിന്നൊരു സാധനത്തെ ഉണ്ടാക്കാൻ ലോകത്തൊരു വൻകിട ശക്തിക്കും സാധ്യമല്ല. ഉള്ള പലതിനെയും സംഭരിക്കാനും സംയോജിപ്പിക്കാനും കഴിഞ്ഞേക്കാം. എന്നിട്ട് അതിന് പേരിടും. ഈ പള്ളി ഇല്ലാത്തത് ഉണ്ടായതല്ല, പള്ളി എന്ന രൂപത്തിൽ പല ചേരുവ കൂടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. അതൊക്കെ അല്ലാഹു തആല ആദ്യം ഉണ്ടാക്കി വെച്ചതാണ്. ലോകത്ത് എവിടെയെങ്കിലും ഇല്ലാത്തൊരു സാധനത്തിനെ ഉണ്ടാക്കിയ ഒരാളെ കുറിച്ച് പറഞ്ഞുതരാൻ പറ്റുമോ? ലോകത്ത് ഇന്ന് കാണുന്ന എല്ലാ സൃഷ്ടി പ്രതിഭാസങ്ങളും അത്ഭുതങ്ങളും ഉള്ള പല സാധനത്തിനെയും സംയോജിപ്പിച്ചിട്ട് പേരിട്ടതാണ്, ഇല്ലാത്തതല്ല. മനുഷ്യന്റെ അവസ്ഥയും അങ്ങനെയാണ്. ഇനിയിപ്പോ യന്ത്രമനുഷ്യൻ വരണുണ്ട് എന്ന് പറഞ്ഞു. യന്ത്രമനുഷ്യൻ കയ്യും കാലൊക്കെ മനുഷ്യൻ്റെത്, തലച്ചോറ് മനുഷ്യൻ്റെത്, കയ്യും കാലും മറ്റൊക്കെ യന്ത്രം. എന്നിട്ട് പണിയെടുക്കുക. അതും ഇവിടെ ഉള്ളതിനെ സംയോജിപ്പിക്കല്ലേ? അതും മനുഷ്യൻ ചെയ്യുന്ന പണിയല്ലേ? അങ്ങനെ യന്ത്രമനുഷ്യന്മാര് വന്നാൽ ഇസ്ലാമിനൊരു കുഴപ്പമില്ല. കാരണം അള്ളാഹു തആല നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു യഖ്ലുഖു മാ യശാ, അള്ളാഹ് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കുന്ന. അതായിരിക്കും ചിലപ്പോ അത്, വേറെന്താ. അതുകൊണ്ടൊന്നും ഇസ്ലാമിനെ തള്ളാനോ കൊഞ്ഞനം കുത്താനോ സാധ്യമല്ല. ഖാലിഖായ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക എന്നത് ഒരു ഒന്നൊന്നര പ്രഖ്യാപനമാണ്. നിങ്ങളെ മാത്രല്ല, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ലോക ചരിത്രം മൊത്തം ഈ ആയത്തിലാണ് ഉൾപ്പെടുത്തി. ലോക ചരിത്രം മൊത്തം നിങ്ങളെയും മുൻഗാമികളെയും എല്ലാത്തിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ്. ഇതിൽ നിന്ന് ലോകത്തൊരു വസ്തു പോലും പുറത്തു പോവില്ല. ഒറ്റായത്തിൽ ലോകത്ത് മുഴുവനും വിഴുങ്ങി എന്നിട്ടാണ് പ്രഖ്യാപിച്ചത്. ലഅല്ലക്കും തത്തഖൂൻ. എന്നാലേ ഖുർആൻ പറഞ്ഞ മുത്തഖീങ്ങളായി നിങ്ങൾ മാറുകയുള്ളൂ. ഇവിടെ 2-3 കാര്യങ്ങൾ. ഒന്ന് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത്. രണ്ടാമത്തത്, ഇൽമുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇൽമ് അള്ളാഹിനെ കുറിച്ച് അറിയുന്ന ഇൽമാണ്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ആദ്യം ക്ഷണിച്ചത് അള്ളാഹിനെ അറിയാനാണ്. ഫിഖഹിന്റെ ഒരു നിയമം അവിടെ പറഞ്ഞിട്ടില്ല, ഫിഖഹിന്റെ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടില്ല. ഉഅ്ബുദൂ റബ്ബക്കും. എന്നിട്ട് അള്ളാഹിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും. അപ്പോൾ മനുഷ്യൻ പഠിക്കേണ്ട ഇൽമുകളിൽ സുപ്രധാനമായ ഇൽമ് അള്ളാഹിനെ കുറിച്ചുള്ള ഇൽമാണ്. അതിനാണ് മാരിഫത്ത് എന്ന് പറയാം. ഇനി ആ മാരിഫത്ത് 3 ഐറ്റം ഉണ്ട്. ദാത്തിയ മാരിഫത്ത്, സിഫത്തിയായ മാരിഫത്ത്, ഫഇലിയായ മാരിഫത്ത്. ഇതിൽ ദാത്തിയായ മാരിഫത്ത് പഠിക്കാൻ പറ്റൂല. കാരണം അള്ളാഹിന്റെ ദാത്ത് നമുക്ക് അറിയില്ല. എങ്ങനെ ഞങ്ങൾ ചിന്തിച്ചാലും ആ ചിന്തിച്ചതുപോലെ ഒന്നും അല്ല അല്ലാഹ്. ലൈസ കമിസ്ലിഹി ഷൈ. പിന്നെ എന്തിക്കാൻ വേണോ? ഒരു മനുഷ്യന്റെ ഭാവനയിൽ എന്ത് രൂപപ്പെട്ടാലും അതൊന്നും അല്ലല്ല. അല്ലാഹ് ആദ്യം പറഞ്ഞിട്ടുണ്ട്, ലൈസ കമിസ്ലിഹി ഷൈ. പിന്നെ ചിന്തിക്കാൻ പോണോ? അപ്പൊ ദാത്തിയ മാരിഫത്ത് നോ, അത് ബ്ലോക്ക് ചെയ്തതാണ്. നമുക്ക് പറ്റൂല. കാരണം അള്ളാഹിനെ പഠിക്കാൻ നമുക്ക് കഴിയില്ല. പിന്നെ 2 മാരിഫത്താണ് ബാക്കിയുള്ളത്. ഒന്ന് സിഫത്തിയായ മാരിഫത്ത്, ഫഇലിയായ മാരിഫത്ത്. അത് ഓക്കെയാണ്. അതിലൊന്നുകൂടെ പറഞ്ഞു, അല്ലദീ ഖലഖക്കും, നിങ്ങളുടെ ഖാലിഖായ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. അപ്പൊ റബ്ബിന്റെ ഖൽഖ് എന്നതിനെ കുറിച്ച് ചിന്തിക്കുക. ഖൽഖിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആകാശത്തെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും, ഭൂമിയെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അപ്പൊ മനുഷ്യൻ മുട്ടുമടക്കിയിട്ട് അല്ലാഹുവിന്റെ അത്ഭുതത്തിൽ ഹൃദയം തകർന്ന് വീണുകൊണ്ട് പറയും, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഒറ്റ പ്രഖ്യാപനമേ ഉള്ളൂ, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ. പടച്ചവനെ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക, നിന്നെ ഞാൻ പരിശുദ്ധനാക്കുന്നു. അതുകൊണ്ട് നീ കാക്കണേ ഞങ്ങളെ അദാബന്നാർ, നാരകീയ ജ്വലയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ലാസ്റ്റ് അതേ പറയാൻ കഴിയുള്ളൂ. അപ്പൊ
അപ്പൊ അള്ളാഹുവിന്റെ മാരിഫത്തിലേക്ക് ഉണർത്തിയിട്ടാണ് ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞത്. കാരണം അള്ളാഹിനെ അറിയാതെ ഇബാദത്ത് ചെയ്തിട്ട് കാര്യമില്ലാന്ന്. മഅബൂദിനെ തിരിയാതെ സുജൂദ് ചെയ്തിട്ട് എന്ത് കാര്യമുള്ളത്? കുത്തിമറിച്ചിലാവൂലത്. നമുക്ക് ഈ ഇബാദത്തിന് ടേസ്റ്റ് ഇല്ലാത്തതും ഭക്തി ഇല്ലാത്തതും മഅബൂദിനെ അറിയാത്തതുകൊണ്ടാണ്. മഅബൂദിനെ അറിയുമ്പോൾ തുടങ്ങേണ്ടത് റബ്ബാണെന്നും ഖാലിഖാണെന്നും എന്ന അറിവാണ്. അത് തൗഹീദിൽ അന്തർലീനമാണ്. ആ അറിവിന് അള്ളാഹു നമുക്ക് വാതിൽ തുറന്നേറ്റെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. അള്ളാഹുവെ പറഞ്ഞതും കേട്ടതും കബൂലാക്കണേ അല്ലാ. വീഴ്ചകൾ പൊറുക്കണേ അല്ലാ. സയ്യാത്ത് ഹസനാത്താക്കി തരണേ അല്ലാ. രോഗങ്ങൾ മാറ്റി തരണേ അല്ലാ. കടങ്ങൾ വീട്ടി തരണേ അല്ലാ. ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി തരണേ അല്ലാ. പ്രയാസങ്ങൾ അകറ്റി തരണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസിന്റെ തോഴത്തിൽ തരണേ അല്ലാ. കടലിലും കരയിലും ഇറങ്ങുന്ന ആളുകളാണ്. അധ്വാനത്തിലും ഞങ്ങളുടെ എല്ലാ നീക്കുപോക്കുകളിലും ബർക്കത്ത് നൽകണേ അല്ലാ. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. ഇരുലോകത്തും ഇസ്സത്ത് നൽകണേ അല്ലാ. ദില്ലത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. ഈ സദസ്സിനെ സ്വീകരിക്കണേ അല്ലാ. സ്വർഗീയ സന്തോഷത്തിനുള്ള സബബാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവർക്ക് ഖബർ സന്തോഷമായി കൊടുക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഈ പള്ളിയോട് ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തിന് പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് وارحم أمة سيدنا محمد. تجاوز عن أمة سيدنا محمد. اجعلنا من خيار أمته ومن محبيه يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد.